നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. സംസ്ഥാനത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്ത് 23-ന് ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 11:30 വരെ 0.9 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. തീയണയ്ക്കാൻ വ്യാപക ശ്രമം. പാലക്കാട് നല്ലേപ്പള്ളി വാര്യത്ത് ചള്ളയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 3:30 മണിയോടെയായിരുന്നു തീപിടുത്തം. നിലവിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചിറ്റൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു. ദമ്പതികളും ഡ്രൈവറും മരിച്ചു. ഇടുക്കി പന്നിയാർകുട്ടിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട കൊക്കയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിയാർകുട്ടി ഇടയോട്ടിൽ ബോസ്, ഭാര്യ റീന, ഇവരോടൊപ്പം ജീപ്പ് ഓടിച്ചിരുന്ന പന്നിയാർ തട്ടിപ്പള്ളിയിൽ അബ്രഹാം എന്നിവരാണ് മരിച്ചത്. മുല്ലക്കാനത്ത് ബന്ധുവീട്ടിൽ പോയി തിരികെ വരികയായിരുന്നു. പന്നിയാർകുട്ടി പള്ളിക്ക് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ജീപ്പ് 100 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ 3 പേരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മരിച്ച റീന ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ്. 3 പേരുടെയും മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സംഘം. എന്നാൽ മാർപ്പാപ്പ മരണാസന്നമായ നിലയിലല്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീൽചെയറിലിരിക്കാൻ സാധിക്കുന്നുണ്ട്. രോഗവിവരത്തെക്കുറിച്ച് ഒന്നും മറച്ചുവെക്കരുതെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്വാസമുട്ടലുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി. ബ്രോങ്കൈറ്റിസ് മൂർച്ഛിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വസ്ത്രവ്യാപാരത്തിന്റെ മറവിൽ 75 ലക്ഷം തട്ടി. വിജിലൻസ് പിടിയിലായ മുൻ RTO ജേഴ്സണെതിരെ പരാതി പ്രളയം. കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ എറണാകുളം മുൻ RTO M ജേഴ്സണെതിരെ പരാതി പ്രളയം. വസ്ത്രവ്യാപാരത്തിന്റെ മറവിൽ 75 ലക്ഷം തട്ടിയെന്ന പരാതിയുമായി ഇടപ്പള്ളി സ്വദേശി രംഗത്ത് വന്നു. RTO ജേഴ്സണും ഭാര്യയും ചേർന്ന് കൊച്ചിയിൽ തുടങ്ങിയ തുണിക്കടയുടെ മറവിൽ 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പണം തിരികെ ചോദിച്ചപ്പോൾ പണി തരുമെന്ന് ഭീഷണിപ്പെടുത്തി. RTO പിടിയിലായതോടെ ധൈര്യം സംഭരിച്ച പരാതിയുമായി പോലീസിനെയും വിജിലൻസിനെയും സമീപിച്ചിരിക്കുകയാണ് യുവാവ് അല്ലമീൻ.